ശ്രീ ചാനലുകൾ തമ്മിലുള്ള യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 24 ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. 100 കോടിയാണ് കോഴയായി ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ, മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുന്നത്. ഒരു ചാനൽ ഉടമ അദ്ദേഹം ഈ ചാറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് 24-നെ 4-ാം സ്ഥാനത്തേക്ക് തള്ളണം. ഇതാണ് പറയുന്ന ഇത്. ആരായിരിക്കും സാർ ഈ കാട്ടുകള്ളന്മാർ? ആരാണെന്നൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം കള്ളന്മാരാണെന്ന് മൊത്തത്തിൽ. അതിലും ഭേദം യൂട്യൂബ് ചാനലുകളാണ് നമ്മളത് പറയുന്നത്. കാരണം സത്യസന്ധമായിട്ടാണ്. എത്ര പേര് ലൈക്ക് ചെയ്യുന്നു എത്ര ഉള്ള അനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഒരു ഏജൻസി ഇടനിലക്കാരെല്ലാം കുഴപ്പക്കാരാണ്. ശബരിമലയിൽ അതാണല്ലോ, ഇടനിലക്കാർ വന്നപ്പോഴാണ്, ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊക്കെ വന്നപ്പോഴാണ് അവിടെ കള്ളത്തരത്തിനും വ്യാജത്തിനും ഒക്കെ വലിയ മാർക്കറ്റ് ഉണ്ടായത് അല്ലേ എന്ന് പറയുന്ന പോലെ ഇടനിലക്കാരെ ഏജൻസികളെ ഏൽപ്പിക്കുന്നത് എല്ലാം സ്വകാര്യ ഏജൻസികളല്ലേ. പണം കൂടുതൽ കൊടുക്കാമെന്ന് പറയാൻ അവരെ അനുകൂലിച്ചു കൊണ്ടുവരും. നേരത്തെ അനുഭവമുള്ളത് TRP റേറ്റിംഗ് ആയിരുന്നല്ലോ നേരത്തെ പേര്, TRP റേറ്റിംഗ്. ആ TRP റേറ്റിങ്ങിൽ ഇതുപോലെ കള്ളത്തരങ്ങൾ നടന്നു, ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ നടന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് അത് മാറ്റി ബാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ബാർക്കും അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മലയാളത്തിലെ ഒരു ചാനൽ തന്നെ, ഇത് ദേശീയമൊന്നും വേണ്ട, മലയാളത്തിലെ ഒരു ചാനൽ തന്നെ ഏതാണ്ട് 100 കോടി രൂപ കൊടുത്തിട്ട് അവരുടെ റേറ്റിങ്ങിൽ അവർ നമ്പർ 1 ആണെന്ന് വരുത്തി വെച്ചു. എന്നിട്ട് മറ്റൊരു ചാനലിനെ 4-ാം സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് അതും ബാർക്ക് ചെയ്തു കൊടുത്തു. പൈസ കൊടുത്താൽ എന്തും ചെയ്യും, എന്തും ചെയ്യും. അത്ര വൃത്തികെട്ട ഒരു രംഗമായിട്ട് TV രംഗം മാറിയിരിക്കുകയാണ്. റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യും. പണ്ട് മലയാള മനോരമ ഇങ്ങനെ കാണിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വ്യാജവും കൈക്കൂലി കൊടുത്തല്ല, 5 പൈസ മുടക്കാതെ അവർ ചെയ്ത ഒരു തന്ത്രം, അവരുടെ ബുദ്ധിയാണത്, അവരുടെ ബിസിനസ് തന്ത്രം, അവർ ബിസിനസ് പത്രമാണല്ലോ. അവർ കൂടുതൽ കോപ്പികളങ്ങ് അടിക്കും, ഡിമാൻഡിനനുസരിച്ച് അതിനും കൂടുതൽ കോപ്പികളങ്ങ് അടിക്കും. മനസ്സിലായി? ഈ കോപ്പികളങ്ങ് അടിച്ചിട്ട് സൗജന്യമായിട്ടങ്ങ് വിതരണം ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങളുടെ പത്രം ശരിയല്ലേ, പത്രം ഇത്രയും പേര് വായിക്കുന്നുണ്ട്, ശരിയാ, സൗജന്യമായിട്ട് കിട്ടിയാൽ ആൾ വായിക്കുള്ളൂ. എനിക്കങ്ങനെ സൗജന്യമായിട്ട് കുറേ നാൾ കിട്ടിയിരുന്നു, ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ. അങ്ങനെ കിട്ടിയിരുന്നു, എനിക്ക് സൗകര്യമല്ലേ അത്. വെറുതെ പത്രം കിട്ടുന്നു, സന്തോഷം, വായിക്കും. അപ്പോൾ വായിക്കുന്നില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വരുന്ന പരസ്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയുണ്ട് ഞങ്ങളുടെ സർക്കുലേഷൻ, അതുകൊണ്ട് ഞങ്ങളുടെ താരിഫ് ഇത്രയാണ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, പരസ്യത്തിന് കൊടുക്കുന്ന കൂലി. കോളം സെൻറ്റിമീറ്ററിന് ഇത്ര വീതം, 1-ാം പേജ് ഫുൾ പേജ് അല്ലെങ്കിൽ ഹാഫ് പേജ് ഇത്രയും, ബാക്ക് പേജ് ഫുൾ പേജ് ഇത്രയും എന്ന ലക്ഷക്കണക്കിന് രൂപയാണിത്. ആ വരുമാനം അവരുണ്ടാക്കി നമ്പർ 1. അങ്ങനെ അവർ നമ്പർ 1 ആയി. നമ്പർ 1 ആയതങ്ങനെ ഫ്രീ ആയിട്ട് പത്രം കൊടുത്തു. മാതൃഭൂമി ഒരിക്കലും അത് പരസ്യം ചെയ്തു, ഒരിക്കലേ പരസ്യം ചെയ്തുള്ളൂ. കാരണം IENS പറഞ്ഞൊരു സ്ഥാപനമുണ്ടല്ലോ, ഇന്ത്യൻ IENS എന്ന് പറയും, അത് അവരുടെ ഒരു ഐക്യ സംഘടനയുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചില ധാരണകളുണ്ട്. അതനുസരിച്ച് ഒരു പത്രത്തിനെതിരെ മറ്റൊരു പത്രം ഒന്നും എഴുതാൻ പാടില്ല എന്നുണ്ട്. ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി, IENS എന്നാണ്, ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി. മാതൃഭൂമിയുടെ മനോരമയുടെ ഒരാൾ പതിവായിട്ട് ഇതിൽ കാണും. അപ്പോൾ അവർക്ക് നാണക്കേടല്ലേ, ഇങ്ങനെ സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. അത് ഇങ്ങനെയാണ് പറഞ്ഞത്, ആട് തിന്നുന്ന പത്രം എന്നാണ് വ്യാജമായിട്ടുള്ള സർക്കുലേഷൻ കാണിച്ചുകൊണ്ട് മനോരമ ഇങ്ങനെ സർക്കുലേഷൻ പെരുപ്പിച്ച് കാണുന്നു. വാസ്തവത്തിൽ മാതൃഭൂമിയാണ് നമ്പർ 1 പത്രം എന്നുള്ളതായിരുന്നു പരസ്യത്തിൻ്റെ പ്രമേയം. നല്ല രസമുള്ള പത്രം. ഒരു തവണയെ പോയല്ലോ, പോയി കഴിഞ്ഞപ്പോഴത്തെ മനോരമ അത് പ്രശ്നമാക്കി, അത് IENSൻ്റെ മുമ്പിൽ ഉന്നയിച്ച് അതിന് പ്രശ്നമായിട്ട് അങ്ങനെയാണ്. ഇപ്പം ടോംസിൻ്റെ കാലത്ത് പോലും ടോംസിനെ അനുകൂലിച്ച് ഒരൊറ്റ ലേഖനം ഒരു പത്രവും കൊടുക്കില്ല. കാരണം എന്താണെന്നറിയാം, അത് അവർ തമ്മിലുള്ള പത്രങ്ങൾ തമ്മിലുള്ള ധാരണ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തരുതെന്നുള്ള ഒരു കരാറുണ്ട്. കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ പത്രത്തിന് കുഴപ്പം. അതുകൊണ്ടാണ് വരാത്തത്. അല്ല കുഴപ്പങ്ങൾ ഇവരാരും ചെയ്യാത്തല്ല. ശബരിമലയെ പോലുള്ള കള്ളത്തരങ്ങളെല്ലാം ഈ പത്രലോകത്തും നടക്കാറുണ്ട്. കുടുംബ കലഹങ്ങൾ നടത്താറുണ്ട്, മറ്റു പലതും പലതും. മര്യാദയ്ക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാറില്ല. അതുപോലെ ആരോ ഏതോ എനിക്ക് തോന്നുന്നത് മറുനാടൻ മലയാളിയോ മറ്റേ കൊടുത്തിട്ടുള്ളത്. നല്ല 1-ാം തരം പത്രമാണ് ഈ മംഗളം എന്ന് പറയുന്നത്. നല്ല ഒരുപാട് എക്സ്ക്ലൂസീവ് വാർത്തകളുണ്ട്. പക്ഷേ ശമ്പളം കിട്ടുന്നതെന്ന് അവരുടെ ജീവനക്കാരോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് ദീപിക. പത്രം കൊള്ളാം, പത്രം കെട്ടിലും മട്ടിലും എല്ലാം കൊള്ളാവുന്ന നല്ല മിടുക്കന്മാരുള്ള പത്രം. പൈസ കിട്ടുന്ന എത്ര, ശമ്പളം എത്ര മാസം കൂടുമ്പോഴാണ് കിട്ടുന്നതെന്നൊന്ന് ചോദിച്ചാൽ മതി. സ്വന്തമായിട്ട് അങ്ങ് ചോദിച്ചറിയാമല്ലോ, പരിചയക്കാരുണ്ടല്ലോ. ഞാനായിട്ട് പറയാൻ വരുന്നില്ല. ഇതൊന്നും പുറം ലോകം അറിയത്തില്ല. മനസ്സിലായി? ഇതാണ് പത്രരംഗത്തെ സ്ഥിതി. 1-2 പത്രങ്ങളൊക്കെ ലാഭം, അവർ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കും. പക്ഷേ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ചിരട്ട പിഴിയുന്ന പോലെ ജോലിയും ചെയ്യിപ്പിക്കും.
മനോരമയിൽ ട്രെയിനിങ് കാലത്ത് എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ ശമ്പളമൊക്കെ തരും, പക്ഷേ ചിരട്ട പിഴിയുന്ന പോലെ നിങ്ങളെ പിഴിയുകയും ചെയ്യും. സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു. സത്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ശമ്പളം തന്നാൽ പിന്നെ പണി ചെയ്യട്ടെ, പണി ചെയ്യാൻ ശമ്പളം വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പത്രലോകത്ത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ചൂഷണം നടക്കുന്ന പത്രരംഗത്താണ്. CPM-ന് ഒരു പരാതിയില്ല, ഒരു കലിപ്പുമില്ല. അത് അംബാനി അദാനിയൊക്കെ നല്ല മര്യാദകളുള്ളവർ, ഒന്നാം തരം ശമ്പളം കൊടുക്കുന്നു. ഇത്രയൊന്നും ചൂഷണം അവിടെയൊന്നുമില്ല. എന്നിട്ട് CPM-ൻ്റെ കലിപ്പ് മുഴുവൻ അംബാനി അദാനി, കോൺഗ്രസിൻ്റെയും കലിപ്പ് മുഴുവൻ അവരോടാണ്. അവർ മര്യാദയ്ക്ക് നല്ല ഒന്നാം തരം ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ കമ്പനികളിൽ ഷെയറും കൊടുക്കുന്നുണ്ട്. നല്ലതല്ലേ ഇത്? അപ്പോൾ ഇതാണൊക്കെ ഈ പത്രരംഗത്ത് കള്ളത്തരങ്ങളുടെ, നമ്മളെല്ലാം ആദർശശാലികളാണെന്ന് തോന്നി. ഇവർ പത്രക്കാരൊക്കെ ഇങ്ങനെ പത്ര അവതാരകരും മാധ്യമ അവതാരകരും ഒക്കെ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കാൻ തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ആദർശശാലികൾ നമ്മൾ നമിക്കും. ശബരിമല തന്ത്രിമാരുടെ കാര്യം പറഞ്ഞ പോലെ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരുടെയും കാര്യം പറഞ്ഞാൽ മുഴുവൻ കള്ളന്മാരാണ്. ഒരു വശത്തോട് ഇത് നല്ല കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് തന്നെ ഉദാഹരണമുണ്ടല്ലോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ചോദ്യം ചോദിച്ചല്ലോ, ഇത്രയും പണമുള്ള ആൾക്കാർക്ക് ഈ 100 കോടിയൊക്കെ കൊടുക്കാൻ വരുമാനമുണ്ട്. പത്രത്തിന് പുറമേയുള്ള വരുമാനം കൂടെ വേണം. കാരണം പത്രത്തിൽ നിന്ന് ഇത്രയും കൊടുക്കാനൊന്നും കാണത്തില്ല. എങ്കിൽ പിന്നെ ജീവനക്കാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുത്താൽ പോരെ. ഈ കൊടുത്ത ഈ മരം വെട്ടിയൊക്കെ പരിചയമുള്ള അങ്ങനെ മരം കാട്ടുകള്ളന്മാർക്ക് ഏത് കഴിയത്തുള്ളൂ. ഏതാണ് കാട്ടുകള്ളന്മാരുള്ളത് പറയണ്ട, ഊഹിച്ചാൽ മതി. ഇവിടെ ഒരു മെസ്സുണ്ടാക്കി തീർത്തല്ലോ, മെസ്സിയെ വരുത്തും കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ സംശയം അതായിരിക്കും എന്നാണ്. ചാനലുകളും അതൊന്നും പറഞ്ഞിട്ടില്ല, അവരായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ അവർ നമ്പർ 1 സ്ഥാനം ഒരിക്കൽ അടിച്ചു മാറ്റി. ഒരിക്കലേ ഉള്ളേ, പിന്നെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്ന 24 ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ്. അവർക്ക് ഈ 1ാം സ്ഥാനം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ അന്വേഷണം നടത്തി. നല്ല കാര്യം തന്നെ. പുറത്തു കൊണ്ടുവരുന്നത് സത്യമാണോ എന്നോ നമ്മളെന്നെ പരിശോധിക്കണം. ഇതൊരു ചാനൽ പറയുന്ന കാര്യം, എല്ലാ ചാനലും പറയുന്ന കാര്യമല്ല. അതിൻ്റെ തെളിവുകൾ വേണം. 100 കോടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്, അത് തെളിയിക്കണം. ദി ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി ചാനൽ. പറഞ്ഞ ചാനൽ അത് തെളിയിക്കുകയും വേണം. 100 കോടി കൈക്കൂലി കൊടുത്തു ബാർക്കിനെ നിർത്തലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ സർക്കുലേഷൻ ഇങ്ങനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട. ഇതിപ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ പരസ്യം കൊടുക്കുന്ന ഏജൻസികൾക്ക് തന്നെ ഓരോരുത്തരുടെ സർക്കുലേഷൻ അറിയാൻ പറ്റും. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലായതുകൊണ്ട് കറക്റ്റായിരിക്കും അത്. അതിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ല. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഇടും, നോക്കുന്നവരുടെ എല്ലാം സംഖ്യ അതിനകത്ത് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു കള്ളത്തരം പരിപാടി അതിനകത്ത് നടക്കത്തില്ല. മനസ്സിലായി? അതാണ് നമ്മുടെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബാണ് ചാനലുകളെ. അതിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. അതിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻ പറ്റുമോ? ഒരു ബാർക്കും വരുന്നില്ല. കാരണം എന്താ? ഇടനിലക്കാരില്ല. അത് സത്യസന്ധമാണ്. അതാണ് ആ സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചാനലുകളുടെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.